രണ്ട് കൊലപാതക കേസിലെയും ഒരു വധശ്രമ കേസിലെയും പ്രതി 22 വർഷത്തിനു ശേഷം അറസ്റ്റിലായി. കണ്ണൂർ താവക്കര വലിയ വളപ്പ് കാവിന് സമീപം കണ്ടിക്കൽ ഹൌസിൽ രാകേഷിനെയാണ് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡിയുടെയും കണ്ണൂർ ACP MP ആസാദിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ തർബനഹള്ളിയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പിടിയിലായത്. രാകേഷിന്റെ വീട്ടിൽ പോലീസ് പലതവണ അന്വേഷിച്ചെങ്കിലും ഇയാളെക്കുറിച്ച് തെളിവൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് രാകേഷ് ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്നതായി പോലീസിന് വിവരം കിട്ടി. സുഹൃത്തിൽ നിന്ന് പഴയ ഒരു ഫോട്ടോയും. ഈ വിവരങ്ങളാണ് ഇയാളെ പിടികൂടുന്നതിൽ നിർണായകമായത്. വീട്ടിലുണ്ടായിരുന്ന സ്വന്തം ഫോട്ടോകൾ പോലും പ്രതി മാറ്റിയിരുന്നു. സിനിമാ നടനാകുന്നതിന് ഫോട്ടോ അയച്ചു കൊടുക്കണമെന്ന് വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയായിരുന്നു രാകേഷ് ഫോട്ടോ കൊണ്ടുപോയത്. അന്വേഷണത്തിനിടയിൽ പോലീസ് സംഘടിപ്പിച്ച അവ്യക്തമായ ഫോട്ടോ വിദഗ്ധരെ ഉപയോഗിച്ച് മാറ്റം വരുത്തി. അത് ഉപയോഗിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത്. ബംഗളൂരുവിനടുത്ത് മലയാളി നടത്തുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിൽ ഇയാളെ കണ്ടെന്ന് രാകേഷിന്റെ ഒരു സുഹൃത്ത് പോലീസിനെ അറിയിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് നിരീക്ഷിച്ചു. അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലത്ത് വാടക വീട്ടിൽ രാകേഷ് ഉണ്ടെന്ന ഫോൺ ലൊക്കേഷൻ വിവരം കിട്ടി. ഇതോടെ പോലീസ് വീട്ടിൽ കയറി പിടികൂടുകയായിരുന്നു. 23 വർഷമായി സാബു എന്ന പേരിൽ തൃശൂർ സ്വദേശിനിയെ വിവാഹം ചെയ്ത് ജീവിക്കുകയായിരുന്നു. സാബു എന്ന പേരിൽ കാറ്ററിംഗ് ജോലി ചെയ്യുന്ന രാകേഷിനെ കുറിച്ച് നാട്ടുകാർക്കും കൂടുതൽ വിവരങ്ങൾ അറിയുമായിരുന്നില്ല. ഇയാൾ ഉപയോഗിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ വിവരങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചപ്പോഴാണ് സാബു രാകേഷ് തന്നെയാണെന്ന് വ്യക്തമായത്. ഈ വാഹനത്തിന്റെ RC വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഫോൺ നമ്പർ കിട്ടി. അന്വേഷണത്തിൽ അതും രാകേഷിന്റെ പേരിലുള്ളതാണെന്ന് തെളിഞ്ഞു. 2001 കണ്ണൂരിനെ നടുക്കിയ കൊമ്പ്ര പ്രദീപൻ വധക്കേസ്, 2004 കണ്ണൂർ സെൻട്രൽ ജയിലിൽ CPM പ്രവർത്തകനായ രവീന്ദ്രന്റെ കൊലപാതകം, സുഹൃത്തായ യോഗാനന്ദനെ വധിക്കാൻ ശ്രമിച്ച കേസ് എന്നിവയിലെ പിടികിട്ടാപ്പുള്ളിയാണ്. ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.